ഒരതിവേഗ ട്രെയിൻ ജനങ്ങളുടെ ഹൃദയം പിളർക്കുന്നു. അതിവേഗ റെയിൽപാതകൾ ഇന്ന് ഉപരിവർഗത്തിന്റെ സ്വപ്നങ്ങളാണ്. പുതിയ ഇനം അതിവേഗ ട്രെയിനുകൾ ലോകത്തിൽ പലയിടത്തും പരീക്ഷിക്കപ്പെടുന്നു. എത്ര ഇനം, എത്ര തരം. അതിവേഗത വീണ്ടും വീണ്ടും ആർജിക്കാനുള്ള പരീക്ഷണങ്ങൾ തുടരുന്നു. പദ്ധതികൾ ദിവസേന എന്നോണം പ്രഖ്യാപിക്കപ്പെടുന്നു. നമ്മുടെ നാട്ടിലും അതിവേഗ റെയിൽ പദ്ധതി ആരംഭിക്കുവാൻ വേണ്ട സൗകര്യങ്ങൾ ആയി. പാലങ്ങൾ, അതാണ് റെയിലുകളെ താങ്ങി നിർത്തുന്നത്. അവയുടെ ഘടനയ്ക്കും രൂപത്തിനുമനുസൃതമായി അത് നാടിൻ്റെ മുഖച്ഛായ മാറ്റി മറിക്കുന്നു. ജപ്പാനിലെ സാങ്കേതിക വിദ്യ ഇവിടെ സ്വീകരിക്കണമെന്നാണ് നാം കരുതുന്നത്. പലതരം തൂണുകളുള്ളതിൽ ഇത്തരമാണ് കേരളത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കരുതപ്പെടുന്നു. കേരളത്തിൽ കേരള ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനി സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ സാരഥികളാണ് ഇപ്പോൾ നാം കണ്ടുവരുന്നവർ. ഒരു സർവകക്ഷി യോഗം കൂടി ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജനങ്ങളോട് സഹകരിക്കാൻ അവർ ആഹ്വാനം ചെയ്യുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസും ഇതിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. പദ്ധതി എത്രയും പെട്ടെന്ന് പുരോഗമിക്കും എന്ന് കരുതുന്നു. സർവേ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. സർക്കാർ അതിൻ്റെ സ്വപ്നങ്ങൾ, ഇത് നടപ്പാക്കാനുള്ള കാരണങ്ങൾ എല്ലാം ഒരു സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കാണുക. ഹൈസ്പീഡ് റെയിൽ ജീവൻ രക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തിനാണ് ഹൈസ്പീഡ് റെയിൽ എന്നതിൻ്റെ കാരണങ്ങൾ. ഹൈസ്പീഡ് റെയിൽ കൊണ്ട് ജപ്പാനിലുണ്ടായ നേട്ടങ്ങളാണ് ഇവിടെ കാട്ടുന്നത്. ജപ്പാനിലെ നേട്ടങ്ങൾ. ജപ്പാനിലെ പദ്ധതിയാണ് കേരളത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ ആദ്യമായി ഈ പദ്ധതി നടപ്പാക്കുന്നു എന്നാണെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ. തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് 124 മിനിറ്റിൽ ഓടിയെത്താമെന്നാണ് അവകാശവാദം. ശതാബ്ദി എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ 1.5 മടങ്ങ് യാത്രാ നിരക്കുണ്ടാകുമെന്ന് കരുതപ്പെടുന്നു. സൗകര്യങ്ങൾ അത്യാധുനികം ആയിരിക്കുമെന്നും പ്രതീക്ഷിക്കാം. ഇതിന്
നമുക്ക് ധാരാളം ഭൂമി ആവശ്യമുണ്ട്. അത് എങ്ങനെ അക്വയർ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 1,18,000-ത്തിലധികം കോടി രൂപ ചെലവ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് അതിൻ്റെ 4 or 5 മടങ്ങായി അവസാന ഘട്ടത്തിൽ ചെലവ് വന്നേക്കാം. ഇത് 2013 ഏപ്രിലിൽ ആരംഭിച്ച് 2020 അവസാനിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെയും പത്രങ്ങളുടെയും സഹകരണം സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സർവേ ആരംഭിച്ചത്. നമ്മുടെ നാട്ടിൽ സർവേയുടെ അടയാളങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. പക്ഷേ സർവേക്ക് സുതാര്യതയില്ല. ആരോ വരുന്നു, ആരോടും ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ വില്ലേജിലോ പഞ്ചായത്തിലോ പോലും അറിയിപ്പുകളില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും വില്ലേജ് ഓഫീസറും സാക്ഷ്യപ്പെടുത്തുന്നു. സർവേ നടക്കുന്നു. മേലൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിലൂടെ ഈ പദ്ധതിയുടെ റെയിൽ കടന്നു പോകുമെന്നാണ് കരുതുന്നത്. മെട്രോ റെയിലിന്റെ ഇതാണ് ഈ സംഭവം. മാപ്പിയാണ്ട് കൊച്ചി മെട്രോ റെയിലാണോ? അവരാണ് വണ്ടി വന്നിരുന്നത്. അത് ഇവിടെ നമ്മുടെ ജോലിയുടെ ഹൈസ്കൂൾ ഗ്രൗണ്ടിലൂടെ കടന്നു പോകുന്ന ഹൈസ്പീഡ് റെയിൽ പിന്നീട് കല്ലുത്തിയിലേക്ക് പ്രയാണം ആരംഭിക്കുകയായി. ഇടയിലുള്ള ഒരു സ്പോട്ടിൽ ചെയിനേജ് അടയാളപ്പെടുത്തുന്ന കുറ്റി തറച്ചിരിക്കുകയാണ്. കല്ലുത്തിക്കടുത്ത് ഒരു കാർഷിക വിളകൾ ഉള്ള സ്ഥലത്താണ് സ്പോട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ജനത്തിന് ഉത്കണ്ഠയുണ്ട്. എന്താണ് സംഭവിക്കുകയെന്ന് ആർക്കും അറിയില്ല. ആരും അവരോട് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നില്ല. തിരുവനന്തപുരം മുതൽ 233.9 കിലോമീറ്റർ അകലെയുള്ള അടയാളമാണ് ഈ കാണുന്നത്. കല്ലുകുത്തിയിൽ ഈ സ്ഥലത്തുകൂടെ റെയിൽ കടന്നു പോകും. അപ്പോൾ 234 കിലോമീറ്റർ ആകും തിരുവനന്തപുരത്ത് നിന്നുള്ള ദൂരം. കല്ലുകുത്തി പാറയിൽ വീടുകളിന്മേൽ തന്നെയാണ് അടയാളം ഇട്ടിരിക്കുന്നത്. അതിലേക്ക് കടന്നു പോകുന്ന ഈ റെയിൽ എലിഞ്ഞിപ്ര ഭാഗത്തേക്ക് ചാലക്കുടി പുഴ കടന്ന് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീടുകളിൽ സർവേക്കാർ അടയാളമിട്ടപ്പോൾ ആരോടും ഒന്നും വിശദമായി സംസാരിക്കുകയോ അറിയിക്കുകയോ അനുവാദം ചോദിക്കുകയോ ചെയ്തതായി അറിയുന്നില്ല. അവർക്ക് അതിന് അധികാരമുണ്ടത്രേ. ജനങ്ങളുടെ പ്രതീക്ഷകളും ഉത്കണ്ഠകളും അവരുടെ ജീവനും സ്വത്തിനും ഉള്ള വെല്ലുവിളികളും ഇതെല്ലാം അവരുടെ മുമ്പിൽ വലിയ പ്രശ്നങ്ങളായി ഉയർന്നു നിൽക്കുന്നു. കുവക്കാട്ടുകുന്ന് ചർക്കക്കരികിൽ ഒരു വീടിന്റെ മുറിമുറിയോട് ചേർന്നാണ് സർവേയുടെ അടയാളമിട്ട് പോയിരിക്കുന്നു. അടയാളമിട്ടതിന് ശേഷമാണ് വീട്ടുകാർ അറിയുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് ഡ്രൈവറിലെത്താൻ ഇനി സാധിക്കുകയോ കേരളത്തിലേക്ക് തന്നെ കോഴിക്കോട് നിന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മന്ത്രിയുടെ അനുവാദം കിട്ടി കഴിഞ്ഞാൽ കോട്ടയം പറഞ്ഞിട്ടുണ്ടോ സർവേ തുടങ്ങിയെന്നുള്ളത്? കഴിഞ്ഞു, ഇനി തുടങ്ങണമെന്ന് കോഴിക്കോട് നിന്ന്. മംഗലാപുരല്ല അപ്പൊ അല്ലേ? കോഴിക്കോട് നിന്ന് കോഴിക്കോട് തിരുവനന്തപുരം. ഈ വീടുകളെല്ലാം പൊട്ടി വരുന്നല്ലേ? നിലനിൽപ്പിന് വെല്ലുവിളി നേരിട്ടേക്കാം. ജനം ഉത്കണ്ഠയിലാണ്. ആർക്കും പദ്ധതിയെക്കുറിച്ച് ഒന്നും അറിയില്ല. ആരും അവരോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല.
അവരുടെ ഉത്കണ്ഠകൾ അവഗണിക്കപ്പെടുന്നു. നെടുമ്പാച്ചിറക്കടുത്ത് ഒരു വീടിന്റെ മതിലിലാണ് അടയാളം. സർവീസ് സ്പോട്ട് നടുറോഡ്. നെടുമ്പാച്ചിറ പൂവക്കാട്ടുകുന്നിന്റെ ജലലഭ്യത ഉറപ്പാക്കുന്ന നെടുമ്പാച്ചിറ ഉൾക്കൊള്ളുന്നതാണ്. അതിൻ്റെ നിലനിൽപ്പിന്റെ ഭീഷണി അല്ലെങ്കിൽ തന്നെ കുടിവെള്ള പ്രശ്നം നേരിടുന്ന പൂവക്കാട്ടുകുന്നിനെ ബാധിച്ചേക്കാം. ജനത്തിന് ഉത്കണ്ഠയുണ്ട്. കോനൂർ കിഴക്കുഭാഗം, അതിലൂടെയും അതിവേഗതയിൽ കടന്നുപോകുന്നു. നാലുകെട്ടിനടുത്ത് ഒരു പേരയിലാണ് അടയാളമിട്ടിരിക്കുന്നത്. പേരയിൽ അടയാളമുണ്ടെന്ന് കാട്ടി മതിലിൽ നാലുകെട്ടിൽ തന്നെ 230.6 ചെയിനേജ്. അവിടെ കുന്നിൽ തന്നെ 2 പുതിയ വീടുകൾ പണിതൊക്കെ പോയി താമസിച്ചു. അയാൾ പണോട്ടിക്കുന്നത് ജനത്തിന്റെ ഉത്കണ്ഠകൾ പങ്കുവയ്ക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ല. അവരുടെ ഭാവി എന്താകും എന്ന് ആരും അവരോട് സംസാരിക്കുന്നില്ല. ഇതാണ് നാഷണൽ ഹൈവേയിൽ നിന്നുള്ള അകലം കൃത്യമായി കാട്ടാനുള്ള കല്ലുകൾ ഇട്ടുകഴിഞ്ഞു. സർവേ പൂർത്തിയാകും. ജനങ്ങളുടെ ഭീതി, ഉത്കണ്ഠ, അവരുടെ നിലനിൽപ്പ്, അവരുടെ പുനരധിവാസം, അവരുടെ ജീവിതം, അതെല്ലാം ഈ റെയിലിൽ തട്ടി തകർന്നു പോകുമോ? ഭാവി ആരുടെ കയ്യിൽ? ഈ റൂട്ടിൽ